മദീനയിലെ ഒരു ചെറിയ വീട്. അവിടെ ഒരു മഹത്തായ കുടുംബം ജീവിച്ചിരുന്നു. അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നവരുടെ വീട്. അവരോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പുന്നാരമകൾ. ഒരു ദിവസം അവരൊരു നിശ്ചയമെടുത്തു, അല്ലാഹുവിനായി 3 ദിവസം നോമ്പ് നോൽക്കാൻ. വൈകുന്നേരമായി. ദിവസം മുഴുവൻ വിശന്നിരുന്നു. അവർക്കുണ്ടായിരുന്നത് വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം. അവർ നോമ്പു തുറക്കാനിരിക്കുമ്പോൾ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽക്കൽ ഒരു ദരിദ്രൻ. അവൻ ചോദിച്ചു, "ഞാൻ വിശന്നിരിക്കുന്നു, എന്തെങ്കിലും തരുമോ?" അവരെന്ത് ചെയ്തു? അവർക്കുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും അവന് നൽകി. ആ രാത്രി അവർ വെള്ളം മാത്രം കുടിച്ചുറങ്ങി. 2-ാം ദിവസം വീണ്ടും നോമ്പ്. വൈകുന്നേരം വീണ്ടും കുറഞ്ഞ ഭക്ഷണം മാത്രം. വാതിൽ വീണ്ടും തട്ടുന്നു. ഈ സമയം ഒരനാഥ കുട്ടി. അവർക്കുണ്ടായിരുന്ന ഭക്ഷണം വീണ്ടും നൽകി. ആ രാത്രി വീണ്ടും വെള്ളം മാത്രം. 3-ാം ദിവസം വീണ്ടും നോമ്പ്, വീണ്ടും കുറഞ്ഞ ഭക്ഷണം. വാതിൽ വീണ്ടും തട്ടുന്നു. ഈ സമയം ഒരു തടവുകാരൻ. അവർക്കുണ്ടായിരുന്ന അവസാന ഭക്ഷണവും അവന് നൽകി. അവർ 3 ദിവസവും വെള്ളം കുടിച്ചു മാത്രം നോമ്പ് തുറന്നു. അവരുടെ ഈ മഹത്തായ ത്യാഗത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവർ ഭക്ഷണം നൽകുന്നു അല്ലാഹുവിൻ്റെ സ്നേഹത്തിനായി, ദരിദ്രർക്കും അനാഥർക്കും തടവുകാർക്കും. ഇന്ന് നമ്മൾ അധികമുള്ളപ്പോഴും പങ്കിടാൻ മടിക്കുന്നു. പക്ഷേ സഹാബികൾ കുറച്ചുണ്ടായാലും മുഴുവൻ നൽകി. ഈ റമളാനിൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ സമ്പത്തും ഒരു വിശക്കുന്ന ഹൃദയം നിറയ്ക്കട്ടെ. കരുണ പടരട്ടെ. പടച്ചോൻ സ്വീകരിക്കട്ടെ. നമ്മുടെ ദാനം നമ്മുടെ രക്ഷയാകട്ടെ. ആമീൻ. ഇസ്ലാമിക പഠനത്തിനായി ഉടൻ ജോയിൻ ചെയ്യൂ.